നീ മധുപകരു മലച്ചൊരിയു അനുരാഗ പൗർണമിയേ. നീ മധുപകരു മലച്ചൊരിയു അനുരാഗ പൗർണമിയേ. നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ. നീ മധുപകരു മലച്ചൊരിയു അനുരാഗ പൗർണമിയേ. ഹായ്, വീട് എന്നത് ഒരു അടിസ്ഥാന സൗകര്യം മാത്രമല്ല, എല്ലാവരുടെയും സ്വപ്നം കൂടിയാണ്. അത് മനോഹരമായി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിർമ്മിക്കുക എന്നത് ചെറിയൊരു കാര്യവുമല്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിനടുത്തുള്ള കക്കാട്ട് ഹൗസ് എന്ന KC എഞ്ചിനീയേഴ്സ് നിർമ്മിച്ച വീടിന്റെ മുന്നിലാണ്. 14 സെന്റ് സ്ഥലത്ത് 3300 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ട്രഡീഷണൽ ആൻഡ് ഹെറിറ്റേജ് സ്റ്റൈലിലാണ് ഇതിന്റെ ഡിസൈൻ. 4 ബെഡ്റൂമുകളും ലിവിംഗ് ഡൈനിങ് ഏരിയയും ഓപ്പൺ കിച്ചണും വർക്ക് ഏരിയയും അപ്പർ ലിവിംഗ് ഏരിയയും ബാൽക്കണിയും വരാന്തയും ഈ വീടിനുണ്ട്. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. എൻ്റെ പേര് ആര്യൻ, ഞാനൊരു NRI ആണ്. ഈ വീട് എൻ്റെ അച്ഛനും അമ്മയും ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. വീട് പണിയാനായിട്ട് KC എഞ്ചിനീയേഴ്സിനെ സമീപിച്ചപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടത് തന്നെ ഒരു ട്രഡീഷണൽ ടച്ചുള്ള ഒരു വീട് വേണം, ഈ പ്ലോട്ടിന് അനുയോജ്യമായിട്ടുള്ള ഒരു വീട് വേണമെന്നാണ്. എൻ്റെ റിക്വയർമെൻറ്റുകളെല്ലാം പരിഗണിച്ചുകൊണ്ട് നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കയറുക, ടോയ്ലറ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് സ്പേസും കോമൺ ഏരിയാസൊക്കെ അത്യാവശ്യം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഡിസൈനാണ് ചെയ്തു തന്നത്. കുറച്ച് ഹെറിറ്റേജ് ടച്ചും കാര്യങ്ങളൊക്കെ ഡിസൈനിൽ വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം കിട്ടിയിട്ടുണ്ട്. ക്ലയന്റിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ക്ലയൻറ്റിൻ്റെ മെയിൻലി റിക്വയർമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹെറിറ്റേജ് ലുക്കുള്ള ഹോം ആയിരിക്കണം എന്നായിരുന്നു അവരുടെ മെയിൻ കൺസേൺ. അപ്പോൾ നമ്മൾ മാക്സിമം വുഡ് ഫിനിഷ് ആയിട്ടുള്ള ഐറ്റംസാണ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചത്. ഓൾസോ നമുക്ക് ഓൾഡ് ഫർണിച്ചേഴ്സ് ഉണ്ടായിരുന്നു, നമ്മളപ്പോൾ അതും കൂടി റെനോവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചിരുന്നു. ട്രഡീഷണൽ ആൻഡ് ഹെറിറ്റേജ് ലുക്കിലാണല്ലോ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത? ഹെറിറ്റേജ് ലുക്കിൻ്റെ മെയിൻ കൺസേൺ സംഭവം മുഖപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഹാൻഡ് മെയ്ഡ് മുഖപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കോമൺലി കാണുന്ന സ്റ്റെയർ കേസ് എല്ലാം നമ്മൾ ടൈൽ പാറ്റേൺസ് നമ്മൾ കാണുന്നത്. ഹെറിറ്റേജ് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അതിന് പകരം വുഡാണ് ടോപ്പിംഗ്സ് ആയിട്ടെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. വുഡ് പ്ലസ് ടൈൽ കോമ്പിനേഷൻ നമ്മൾ അവിടെ എടുത്തു. അതിന് തന്നെ ഹാൻഡ് റെയിൽസ് ആണെങ്കിലും ഫുൾ വുഡിൽ കൊത്തുപണി ചെയ്താണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ പാർട്ടീഷൻസും വിൻഡോസും എല്ലാം നമ്മൾ വുഡ് പ്ലസ് ഗ്ലാസ് കോമ്പിനേഷൻ ഇവിടെ കൊണ്ടുവന്നു. പഴയ കാലത്തെ വീടുകളിൽ കാണുന്ന പോലെ എല്ലാ ഡോർസിൻ്റെയും നമ്മൾ ആർക്കിട്രേവ് പ്ലസ് പാനലിംഗ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നോർമൽ ഒരു ഡോർ കൊടുക്കാതെ അതിലും കുറച്ചൊരു എസ്തെറ്റിക് ലുക്കായിട്ട് ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഡൈനിങ് ഏരിയയിലാണെങ്കിലും ലിവിംഗ് റൂമിലാണെങ്കിലും കൂടുതൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ വുഡൻ വെച്ച്. അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറയാൻ പറ്റും? നമ്മൾ കയറി വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന സംഭവം നമ്മുടെ മെയിൻ ലിവിംഗ് ഏരിയ ആണ്. അവിടെ നമ്മൾ വുഡൻ ഫർണിച്ചേഴ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ കുറച്ചും കൂടി ഒരു എസ്തെറ്റിക് പർപ്പസിനായിട്ട് നമ്മൾ കോമൺലി ടീപ്പോയൊക്കെ ആണെങ്കിൽ നമ്മൾ വുഡൻ പ്ലസ് ഗ്ലാസ് ഒക്കെയാണ് നമ്മൾ കോമൺലി കാണുന്നത്. നമ്മൾ അതിനൊരു വെറൈറ്റി ആക്കാൻ വേണ്ടി വുഡനിൽ നമ്മൾ മൊറോക്കൻ ടൈൽസ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ഫിനിഷ് ചെയ്തെടുത്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ആട്ടുകട്ടിലിൻ്റെ സംഭവം. ആട്ടുകട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും സ്ലാബിനെ നമുക്ക് തൂങ്ങിക്കിടന്നിട്ട് നല്ലോണം സ്വിങ് ചെയ്യുന്ന സംഭവമാണ്. പക്ഷെ നമുക്ക് അതിനുള്ള ഏരിയ കുറവായതുകൊണ്ട് സ്റ്റാൻഡിങ് ആട്ടുകട്ടിലാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഡൈനിങ് ഏരിയ നമുക്ക് ആ മെയിൻ ഡോറിൽ നിന്ന് കാണാൻ പറ്റും. പക്ഷേ അവർക്കൊരു പാർട്ടീഷൻ വേണം എന്ന പാർട്ടീഷൻ വേണ്ട എന്നുള്ളൊരു ആ ഒരു കോൺസെപ്റ്റിൽ നമ്മളൊരു സ്വിങ്ങിങ് ടൈപ്പ് പാർട്ടീഷൻ ഞങ്ങളിവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചു. വിത്ത് വുഡൻ പ്ലസ് ഒരു ഗ്ലാസ് കോമ്പിനേഷനാണ് അതിലും കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് ഫ്ലോറിംഗ് ആണെങ്കിലും സീലിംഗ് ആണെങ്കിലും ഇതിൻ്റെ ഡിസൈനിങ് ഏത് രീതിയിലാണ്? കജാറിയുടെ ഡിസൈനർ ടൈൽസാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അറൗണ്ട് ഒരു 4 ടൈപ്സ് ടൈൽസ് നമ്മൾ ഈ ഒരു മൊത്തം പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കയറി വരുന്ന ആ ഒരു വാക്ക് വേയിൽ ഒരു ഡിസൈനർ ടൈലും പിന്നെ ലിവിംഗ് ഡൈനിങ് സെപ്പറേഷന് വേണ്ടി അവിടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി വേറൊരു ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാക്ക് വേ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി തോംസൺ ലൂക്സിൻ്റെ WPC പാനൽസ് ആണ് സീലിംഗിൽ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും ജിപ്സം സീലിംഗ് ചെയ്തിട്ട് നമ്മളതിൽ ടീക്ക് വുഡ് പെയിൻറ്റ് ചെയ്തെടുക്കുമായിരുന്നു. ഈ കണ്ടംപററി കാലഘട്ടത്തിൽ കൂടുതൽ ക്ലയൻറ്റ്സ് ഡിമാൻഡ് ചെയ്യുന്ന ഒന്നാണെന്ന് തോന്നുന്നു ഈ ഓപ്പൺ കിച്ചൺ എന്ന് പറയുന്നത്. അത് ഏത് രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? നമുക്ക് മെയിൻലി ഫസ്റ്റത്തെ ഹെറിറ്റേജ് ഹോമാണ്. പക്ഷേ അവർക്കൊരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ മോഡുലാർ ഓപ്പൺ കിച്ചൺ പ്ലസ് ഒരു വർക്ക് ഏരിയ കോൺസെപ്റ്റാണ് ഇവിടെ കൊണ്ടുവന്നത്. ഓപ്പൺ കിച്ചണിൽ തന്നെ എൻട്രി പോർഷൻ എന്നുള്ള നിലയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമ്മൾ കൊണ്ടുവന്നു. എബ്കോയുടെ സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അക്സസറീസ് എല്ലാം ടാൻ ബോക്സ് ആണ്. സ്മാർട്ട് സിങ്ക് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഹോബ് ആണെങ്കിലും സ്മാർട്ട് ഹോബാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, സെൻസറാണ് ഫുള്ളും. സവാളയും സംഭവമൊക്കെ ആണെങ്കിൽ ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന വിക്കർ ബാസ്ക്കറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പൊടികളും സംഭവമെല്ലാം സ്റ്റോർ ചെയ്യാൻ ടോൾ യൂണിറ്റ് ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നോർമലി കൊടുക്കുന്ന സ്റ്റെയർ കേസ് എല്ലാം ഒരു 90 to 100 സെൻറ്റിമീറ്റേഴ്സ് വിഡ്ത്ത് ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷേ നമ്മളിവിടെ ഒരു 120 സെൻറ്റിമീറ്റേഴ്സ് ഫ്ലൈറ്റിന് തന്നെ നമ്മൾ വിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈസി ആയിരിക്കും. കാരണം കുറച്ചും കൂടി വിഡ്ത്ത് ഉണ്ടാവും നമുക്ക് ആ സ്റ്റെയർ കേസിന്. പിന്നെ നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ബോട്ടം പോർഷൻ കോമൺലി യൂസ് ചെയ്യുന്നത് ഇൻവെർട്ടർ സ്റ്റോറേജിന് വേണ്ടിയാണ്. ഇൻവെർട്ടർ സ്റ്റോറേജ് ഉണ്ട്, പ്ലസ് ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് ഞങ്ങളത് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
ബെഡ്റൂമിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കോട്ടെല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡ് ക്രാഫ്റ്റഡ് കോട്ടുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. റൂം കുറച്ചും കൂടി സ്പേഷ്യസ് ആക്കാൻ വേണ്ടി ബേ വിൻഡോ കം സ്റ്റോറേജ് ആണ് നമ്മൾ ബെഡ്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ടോപ്പിൽ നമുക്ക് ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ബുക്സ് വായിക്കാനും എല്ലാം യൂസ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം താഴെയുള്ള സ്റ്റോറേജ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ടോയ്ലറ്റ് ഒക്കെ ആണെങ്കിൽ അറ്റാച്ച്ഡ് 4 ടോയ്ലറ്റ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൺസീൽഡ് ഫ്ലഷ് ടാങ്കും പ്ലസ് ഷവർ പാനൽസ് ആണ് ടോയ്ലറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റും ബെഡ്റൂം തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നമ്മൾ നോർമൽ ഹാൻഡ് റെയിൽ മാറിയിട്ട് നമുക്ക് വുഡൻ ടച്ച് ആയതുകൊണ്ട് വുഡൻ ഹാൻഡ് റെയിൽസ് തന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ടൈൽസ് ആണെങ്കിൽ നമ്മൾ വരാന്തയിലെ ടൈല് പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള ഡിസൈനർ ടൈൽസ് ആണ് അതും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത്ര മതിയില്ലേ? ഇനി വേണോ? അത്ര മതി. അപ്പോൾ ഈ വീടിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി കൂടുതൽ വീട്ടുവിശേഷങ്ങൾ കാണുന്നതിനും ആർക്കിടെക്ചർ രംഗത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അറിയുന്നതിനും ഈ ചാനൽ ഫോളോ ചെയ്യുക. ഇനി KC എഞ്ചിനീയേഴ്സിന്റെ പുതിയ വീടിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു.